റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇപ്പൊ വോട്ട് ചോദിച്ചു വരുന്നു. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. 5 കൊല്ലം കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ശ്രമിച്ച് 5-ൽ നിന്നും 10ആയപ്പോൾ ആകെ കട്ട് മുടിച്ച് വിലക്കയറ്റം കൊണ്ടാകെ ജനം നടുവൊടിച്ച് 5-ൽ നിന്നും 10ആയപ്പോൾ ആകെ കട്ട് മുടിച്ച് വിലക്കയറ്റം കൊണ്ടാകെ ജനം നടുവൊടിച്ച് വിജയന്റെ പരാജയം ജനങ്ങളും കുറിച്ച് 10 വർഷം അങ്ങോട്ട് പോയി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അവസാനമായിട്ട് ഒരു അങ്കൻവാടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ വോട്ട് ചോദിച്ചു വരുന്നത്. ഞാൻ കൊടുക്കത്തില്ല. ഇപ്പൊ അവിടുന്ന് വടക്കൂന്ന് മൊത്തം വീടിന്റെ അവിടെ വരെ തീർത്ത് ഇവിടെ ഇത്രയും കുറെ കൊലയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം തീർന്നു. ഇനിയിപ്പോ മൊത്തം കൃഷി മൊത്തം പോയിരിക്കുക. എന്തോ ചെയ്യുന്ന ഇനി കൃഷി വേണ്ടാന്ന് വെക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത്? ഇങ്ങനെ ഇതല്ലേ ഭയങ്കര കൊലകളാണ്. ഇത് കൊടിപ്പണിയിലെ കൊലയാണ്. 100-100 ചെല്ലുവാനും കൊലയുള്ളതായിരുന്നു. അത് 2 പ്രാവശ്യമായിട്ട് കയറി മൊത്തം തീർത്ത്. ഇനി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് 4-5 വളവും ചെയ്ത് അതിന് എല്ലാം സംരക്ഷണവും ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊലയായി കൂമ്പടിക്കുന്ന പരുവാകുമ്പം ഇങ്ങനെ എടുത്ത് കളയുന്ന പിന്നെ എന്തിനാ ചെയ്യുന്നത്? വേണ്ടാന്ന് വെക്കുകയല്ല, കൃഷിയെല്ലാം വേണ്ടാന്ന് വെക്കാനേ വെക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഒരു സഹായവും ഇല്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അവിടെ സോളാർ പഴയ സോളാർ ഇട്ട് തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ യാതൊന്നും ചെയ്തിട്ടില്ല. മന്ത്രി വന്ന് ഇവിടെ അത് ഈ തൂക്ക് സോളാർ ഇട്ടേക്കുന്ന തുരുമ്പിച്ച് കിടക്കുന്നതെല്ലാം കണ്ട് അപ്പോൾ അവർ ഈ കോൺട്രാക്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഒരു കോൺട്രാക്റ്റാന്ന് പറഞ്ഞ് വന്ന് അപ്പോൾ അത് വന്ന് 3 ദിവസത്തേക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. 3 ദിവസത്തേക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയാൽ ഇപ്പോൾ 1 മാസം ചെല്ലുവാനും കഴിഞ്ഞു. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം വന്ന് ഇട്ടതെല്ലാം കൂടെ അഴിച്ചു വാരി 2-3 ഇടത്തായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. മന്ത്രിയെ പിന്നെ കണ്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അന്ന് വന്ന് കണ്ടു വെച്ച പോയതാ ഉള്ളു. പോയി പിന്നെ എല്ലാം അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് എല്ലാം അഴിച്ച് പറക്കി വെച്ചു. മന്ത്രിയും ഇല്ല, ആരും ഇല്ല. 1 മാസം മുമ്പേ മന്ത്രി എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് പണി തുടങ്ങുമെന്ന് അവര് എല്ലാം വിളിച്ച് ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷേ ഇന്ന് വരെ അതിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അവരോട് വന്നിട്ട് പോലും ഇല്ല. 5 കൊല്ലം കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ശ്രമിച്ച് 5-ൽ നിന്നും 10ആയപ്പോൾ ആകെ കട്ട് മുടിച്ച് വിലക്കയറ്റം കൊണ്ടാകെ ജനം നടുവൊടിച്ച് റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇപ്പൊ വോട്ട് ചോദിച്ചു വരുന്നു. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആന ശല്യം. ഇപ്പൊ അവസാനമായിട്ട് ഒരു അങ്കൻവാടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ വോട്ട് ചോദിച്ചു വരുന്നത്. ഞാൻ കൊടുക്കത്തില്ല.